ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ നന്ദയുടെയും ഗൗതത്തിന്റെയും അടുത്തൊരാഴ്ചത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. അപ്പൊ ജനറൽ പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോയിൽ കുറേയധികം കഥകൾ കാണിച്ചു, കുറേയധികം കാര്യങ്ങൾ കാണിച്ചു കഴിഞ്ഞ ആഴ്ചത്തെയും ഈ ആഴ്ചത്തെയും പ്രൊമോയില്. പക്ഷേ പലർക്കും പലതും വ്യക്തമായിട്ടില്ല. എന്തായാലും നമുക്ക് വ്യക്തമായ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിന്റെ വിശദമായ കഥയിലേക്ക് പോകാം. അപ്പോൾ ഓരോ പോയിന്റ് ആയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് അടുത്ത ആഴ്ച വരാൻ പോകുന്ന ട്വിസ്റ്റുകൾ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ആ കഥയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ച സമയത്ത് പൂവമ്പള്ളിക്കാരാണെങ്കിൽ രഘുവരന്റെ വീട്ടുകാർ അവർ ഭയങ്കര ത്രില്ലിലാണ്. കല്യാണം എത്രയും പെട്ടെന്ന് നടത്താവോ അത്രയും പെട്ടെന്ന് നടത്തണം, ഇതാണ് അവരുടെ ഒരു അഭിപ്രായം. ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി പ്രിയയെ കൊണ്ട് എങ്ങനെ സമ്മതിപ്പിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ പിങ്കി പറഞ്ഞു, പ്രിയേച്ചി സമ്മതിച്ചാൽ തന്നെയും അതിന് ഇടംകൊള്ളിടാനായിട്ടല്ലേ നന്ദ വന്നിരിക്കുന്നത്. നന്ദയ്ക്ക് ഇത് എന്താണെന്ന് അറിയാൻ പാടില്ല. നന്ദ ഈ കുടുംബത്തെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും അവള് പിന്നെ വല്ലതും പറഞ്ഞു എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു, ഈ കല്യാണം നടത്തത്തില്ല എന്ന് തന്നെ തറപ്പിച്ച് പറഞ്ഞു, എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ് എന്നൊക്കെ അരുന്ധതി ഇങ്ങനെ പറയാണ്. ഈ കല്യാണം നടത്തത്തില്ല എന്നൊക്കെ തറപ്പിച്ച് പറഞ്ഞു. പ്രിയ സമ്മതിച്ചാൽ പോലും നന്ദ സമ്മതിക്കാത്ത രീതിയിലാണ്. അവളുടെ സമ്മതം അതിന് ആർക്ക് വേണം? മര്യാദയ്ക്കല്ലെങ്കിൽ ഇവിടുന്ന് പടിയിറങ്ങി പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. പ്രിയയുടെ ജീവിതം കളയാനായിട്ട് ഇവളാരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും നമ്മുടെ പ്രിയയെ ഉപദേശിക്കാനായിട്ട് നമ്മുടെ നന്ദ വീണ്ടും ചെല്ലുകയാണ്. അവിടെ പ്രിയ കുറേ കാര്യങ്ങൾ നന്ദയോട് ചോദിച്ചു. എന്താണ് VK സാറിനെ കുറിച്ചും ആ ഒരു സ്ത്രീലമ്പടനായ VK സാറിനെ കുറിച്ചൊക്കെ നന്ദ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരിക്കലും VK സാർ അങ്ങനെ ഒരാളല്ല എന്ന് VK സാറിനെ പരിചയപ്പെട്ട നന്ദയ്ക്ക് മനസ്സിലായിരുന്നു. അപ്പൊ ആരൊക്കെയോ പറഞ്ഞു കൊടുത്ത ചില തെറ്റിദ്ധാരണകൾ മൂലമാണ് പ്രിയേച്ചി ഗൗതം സാറിനെ അല്ല നമ്മുടെ VK സാറിനെ അന്വേഷിക്കാത്തതെന്നൊക്കെ ഈ നന്ദയ്ക്ക് മനസ്സിലായി കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന മറ്റൊരു ട്വിസ്റ്റ് ആ കുഞ്ഞാണ്, ചിഞ്ചുമോള്. നമ്മുടെ പ്രിയയുടെയും അതുപോലെ പ്രിയയുടെയും വസന്തിന്റെയും, അതായത് VK സാറിന്റെയും പ്രിയയുടെയും സ്വന്തം രക്തം. രണ്ടുപേരുടെയും കുഞ്ഞ് ചാവിള്ളയാണ് എന്ന് എല്ലാവരും പറഞ്ഞ ആ കുഞ്ഞ് ശരിക്കും മരിച്ചിട്ടില്ലായിരുന്നു. ആ കുഞ്ഞ് തന്നെയാണ് നമ്മുടെ വസന്തിന്റെ കൂടെ ഉള്ളത്. ഒന്ന് ഓർത്തു നോക്കിയേ. അപ്പൊ അരുന്ധതി എന്ന ആ വല്യമ്മ എത്രത്തോളം നികൃഷ്ടമായ ഒരു ജീവി ആയതുകൊണ്ടാണ് സ്വന്തം കുഞ്ഞ് മരിച്ചു പോയി എന്ന് ചാവിള്ളയായിരുന്നു എന്ന് നമ്മുടെ ഈ പ്രിയയെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു, എല്ലാവരെയും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. പക്ഷേ ആ ചാവിള്ളയായി എന്ന് പറഞ്ഞ ആ കുഞ്ഞിനെ കൈമാറുന്ന ഒരു സീൻ വരെ നമ്മുടെ പ്രമോയിൽ കാണിച്ച കുഞ്ഞിനെ കൈമാറുന്ന സീനൊക്കെ ആ കുഞ്ഞ് നമ്മുടെ പ്രിയയുടെ ജീവിതത്തിലേക്ക് വന്ന് വൻ വഴിത്തിരിവുണ്ടാക്കുകയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ നന്ദ പലപ്പോഴും ഗൗതമിനോടും പറയുന്നുണ്ട് ഇങ്ങനെ VK സാറിനെ കുറിച്ചും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം നിന്റെ VK സാറിന് എനിക്കൊന്ന് കാണണമെന്നുണ്ടല്ലോ എന്നൊക്കെ ഗൗതം ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് ഒരു ദിവസം പോകാം. ഹോസ്പിറ്റലിൽ VK സാറ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണല്ലോ. അപ്പോൾ എന്തായാലും പോയി കാണാമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഈ ഗൗതമും ഈ നന്ദയും കൂടി VK സാറിനെ കാണാനായിട്ട് പോവാണ്. പക്ഷെ അവിടെ വെച്ച് നമ്മുടെ ഗൗതത്തിന് VK സാറിനെ കാണാനായിട്ട് പറ്റുന്നില്ല. പകരം നന്ദയാണ് അകത്തേക്ക് കയറി ചെന്നത്. പിന്നെ എന്തോ അത്യാവശ്യമായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗൗതം പുറത്തേക്ക് സുപ്പീരിയർ ഓഫീസർ കണ്ട് വിളിച്ചിട്ട് പുറത്തേക്ക് ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടല്ല അല്ലാതെ പുറത്തേക്ക് പോയതാണ്. ആ സമയത്താണ് നമ്മുടെ VK സാറിനെ കാണാനായിട്ട് നന്ദ ചെല്ലുന്നത്. അപ്പോൾ അവിടെ ആ കുഞ്ഞുണ്ടായിരുന്നു, നന്ദയുടെ VK സാറിന്റെ കുഞ്ഞ് നമ്മുടെ ചിഞ്ചുമോൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ചിഞ്ചുമോളുമായിട്ട് ഈ നന്ദ ഭയങ്കര കൂട്ടാവുകയും അത് കഴിഞ്ഞിട്ട് ഈ VK സാറിന് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇട്ട് VK സാറിനെ ആ റൂമിൽ നിന്ന് അങ്ങോട്ടേക്ക് കൊണ്ടുപോവാണ്. അപ്പോഴേക്കും ചിഞ്ചുമോളെ ഞാനൊന്ന് കൊണ്ടുപോക്കോട്ടെ, എന്തായാലും കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ, അപ്പോൾ ഹോസ്പിറ്റലിലെ കുഞ്ഞിനെ എന്തിനാ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൊണ്ട് നിർത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞായിരുന്നു നോക്കാൻ വരുന്നൊരു സ്ത്രീ ഉണ്ടായിരുന്നു, ആ സ്ത്രീക്ക് ഇന്ന് മറ്റെവിടെയോ പോകണം, അതുകൊണ്ട് ചെറിയ അസൗകര്യമുണ്ട്, അപ്പോൾ അവിടെ ഇവിടെ നിന്നോട്ടെ എന്നിങ്ങനെ പറയാം. അപ്പോൾ ഡോക്ടറുടെ കൂടെ നിൽക്കുന്ന കുഞ്ഞിനെ എന്താ ആശുപത്രിയിൽ ഒന്ന് വന്ന് നിന്നൂടെ, സ്ഥിരം ഡോക്ടർ കൂടെ അല്ലേ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്തായാലും ചിഞ്ചുമോൾ ഒത്തിരി ഇഷ്ടമായി നമ്മുടെ നന്ദയെ ചിഞ്ചുമോൾക്കും. രണ്ടുപേരും തമ്മിലുള്ള ആ കൂട്ടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും VK സാറ് പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യുക, നന്ദ കൊണ്ടോക്കോ. അല്ല, നന്ദ തന്നെയാണ് വന്നത്, നന്ദയുടെ ഹസ്ബൻഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ അദ്ദേഹം പുറത്തേക്ക് പോയതാണ് നേരപ്പോൾ. ഇനിയിപ്പോൾ VK സാറിന് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ, ഞങ്ങൾ ഇവിടെ നിൽക്കണോ അതോ പോകണോന്ന് ഇങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും നിങ്ങളുടെ ആവശ്യമില്ല, പിന്നെ ഇവിടെ എല്ലാം നമ്മളറിയുന്ന ആൾക്കാർ തന്നെയല്ലേ, നമ്മുടെ ഹോസ്പിറ്റലല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച്, എന്നാ നിങ്ങൾ പൊക്കോ, കുഞ്ഞിനെ കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ നമ്മുടെ ഈ കുഞ്ഞിനെയും കൊണ്ട്
നന്ദ വീട്ടിലേക്ക് ചെല്ലാണ്. അപ്പോൾ നമ്മുടെ ഇവൻ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അതായത് വഴിയിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു ഗൗതം. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് നന്ദ ഗൗതത്തിനെ വിളിക്കുകയും ഇവരൊരുമിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ കുഞ്ഞ് വീട്ടിലേക്ക് ഒരു പൂമ്പാറ്റയെ പോലെ പാറി എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ട് ഇങ്ങനെ VK സാറിൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പ്രിയയ്ക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. കാരണം VK സാറിന് അമ്മയില്ലാത്ത കുഞ്ഞ്, എടുത്തു വളർത്തിയ കുഞ്ഞ്, അനാഥ കുഞ്ഞ്, അങ്ങനെ ഒരു സിമ്പതി കൂടി നമ്മുടെ പ്രിയയ്ക്ക്. മാത്രമല്ല പ്രിയയ്ക്ക് ആ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഓർമ്മ വന്നത് തൻ്റെ ആ മാതൃത്വത്തെക്കുറിച്ചാണ്. അല്ലെങ്കിൽ തൻ്റെ ആ ജനിച്ചിട്ട് ഒന്ന് കാണാൻ പറ്റാതെ പോയ ആ കുഞ്ഞിനെ കുറിച്ചാണ്. തൻ്റെ കുഞ്ഞ് പെൺകുഞ്ഞായിരിക്കുമോ ആൺകുഞ്ഞായിരുന്നുവോ ഇതൊന്നും നമ്മുടെ പ്രിയയ്ക്ക് അറിയാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നിന്ന് ഓർക്കുകയാണ്. പക്ഷേ കൊച്ച് ഈ പ്രിയയ്ക്ക് അരികിലേക്ക് വന്ന് കുഞ്ഞിൻ്റെ കളിച്ചിരികളിൽ പ്രിയ പെട്ടെന്ന് മാറാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞിനോട് കൂടുതൽ അറ്റാച്ച് ആവാണ് പ്രിയ. ഇതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കിക്ക് പക്ഷേ കൊച്ചിനെ ഇഷ്ടമായില്ല. നമ്മുടെ VK സാറിൻ്റെ കാര്യം അതൊന്നും ഇഷ്ടമായില്ല. അപ്പം ഈ VK സാറിൻ്റെ കുഞ്ഞിനെ എന്തിന് പ്രിയയുടെ അരികിലേക്ക് കൊണ്ടുവരികയും VK സാറിൻ്റെ കുറിച്ച് പ്രിയയോട് ഒരുപാട് സംസാരിക്കുന്ന നന്ദയൊക്കെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇങ്ങനെ നമ്മുടെ പിങ്കി ശ്രദ്ധിക്കുകയാണ്. അപ്പം പിങ്കിയും ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലാകുകയാണ്. പ്രിയയും നന്ദയും ഇവരെ രണ്ടുപേരെയും കണക്ട് ചെയ്ത് ഇപ്പം നിൽക്കുന്ന ഒരാളാണ് VK സാർ. ഈ VK സാറിൻ്റെ ആ ഒരു ഇതിൽ വരയ്ക്കുന്നുണ്ട് പ്രിയ, നന്ദ, അത് രണ്ടും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്യിച്ച് താഴെ VK സാർ, എന്നിട്ട് ചിഞ്ചുമോൾ എന്നൊക്കെ പറഞ്ഞിട്ട് കണക്ട് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ തന്നെ നടത്താനായിട്ട് നമ്മുടെ പിങ്കി തീരുമാനിക്കുകയാണ്. എന്താണ് നന്ദയും പ്രിയയും തമ്മിലുള്ള ഈ ഒരു അറ്റാച്ച്മെന്റിന് കാരണം എന്നൊക്കെ അറിയാനായിട്ട്. എന്താണ് നന്ദയ്ക്ക് പ്രിയയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. മാത്രമല്ല ഈ VK സാർ ആരാണ്, ഈ VK സാറിന് ഇനിയിപ്പോൾ വിവാഹം കഴിക്കാത്ത ആളോ മറ്റോ ആണോ, VK സാറിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ പിങ്കി ഇങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോൾ VK സാറിനെ ഒന്ന് കണ്ടു കളയാം എന്നൊക്കെ കരുതിയിട്ടാണ് നമ്മുടെ പിങ്കി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്ത് പിങ്കി VK സാറിനെ കാണാനായിട്ട് പോവാണ്. അപ്പോൾ ഒരു റിപ്പോർട്ടർ എന്ന നിലയിലാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നതും. ഈ മെഡിക്കൽ കോളേജിലെ കുറേ റിസർച്ച് ചെയ്യുന്ന ആൾ എന്നൊക്കെ ആ ഒരു രീതിയിൽ ഇയാളോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും എന്തായാലും പിങ്കി കുറേ കാര്യങ്ങൾ കണ്ടെത്തുന്നുണ്ട്. ഈ VK സാറ് വസന്ത ആണെന്നും അതായത് പ്രിയയുടെ ഹസ്ബൻഡ് ആണെന്നും ഒക്കെ കണ്ടെത്തുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും നമ്മുടെ VK സാറിനെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നില്ലേ, കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുവിടണ ആ ഒരു സമയത്ത് VK സാർ തിരിച്ചറിയുകയാണ് നന്ദ എന്ന് പറയുന്നത് ഗൗതത്തിന്റെ ഭാര്യയാണ്. അപ്പൊ നന്ദ ഇന്ദീവരത്തിലെ പെൺകുട്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി VK സാർ നന്ദയുടെ അടുത്ത് വയലന്റ് ആവുകയാണ്. എൻ്റെ കുഞ്ഞിനെ നീ ആ വീട്ടിലേക്കാണോ കൊണ്ടുപോയത് എന്നും ചോദിച്ചുകൊണ്ട് ഒച്ചയെടുക്കുകയും കുഞ്ഞിനെ വലിച്ച് ഗൗതത്തിന്റെ അരികിൽ നിന്ന് എടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ പ്രമോയിൽ കണ്ടതാണ്. അപ്പോൾ ആ ഒരു ബഹളവും കാര്യങ്ങളും. പിന്നെ ഈ നന്ദയോട് കൂടുതൽ അടുക്കുന്നില്ല VK സാർ, നന്ദയിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ്. അവസാനം നമ്മുടെ നന്ദ കാര്യങ്ങളൊക്കെ പ്രിയയോട് ഇങ്ങനെ തുറന്ന് പറയുകയാണ്. അങ്ങനെ പ്രിയ അന്തിച്ചിങ്ങനെ നിൽക്കുകയാണ്. മാത്രമല്ല നിങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചതായിരുന്നു, VK സാറിന് ഒരിക്കലും മറ്റൊരു സ്ത്രീയോട് ആ ഒരു രീതിയിലുള്ള റിലേഷൻ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒക്കെ ഞാൻ പരിചയപ്പെട്ട സാർ അങ്ങനെ ഒരു സാറല്ല എന്ന് എനിക്ക് ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് വരുന്ന എപ്പിസോഡിൽ വിശേഷം. അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കുഞ്ഞിനെ നമ്മുടെ നന്ദ പോയിട്ട് കുഞ്ഞിനെ വീണ്ടും നന്ദ പോയി കൂട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം നന്ദ പോയിട്ട് VK സാറിനെ കൺവിൻസ് ചെയ്യിച്ചു. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നമൊക്കെ തീർന്നു. അങ്ങനെ നമ്മുടെ VK സാറ് പ്രിയയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. തൻ്റെ പ്രിയയെ തനിക്ക് വേണമെന്ന് പറയാനായിട്ട്. പക്ഷേ അവരാരും സമ്മതിക്കുന്നില്ല. നമ്മുടെ പ്രിയയുടെ ജീവിതത്തിലെ ദുരൂഹതകളൊക്കെ വെളിച്ചത്ത് വരികയാണ്. പ്രിയ നന്ദയോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുകയാണ്. തൻ്റെ താലി പൊട്ടിച്ചെറിഞ്ഞ തൻ്റെ അമ്മയെക്കുറിച്ച്, അത് വലിച്ചു പൊട്ടിക്കുന്നൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് കഥയാണ്, അതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത ആഴ്ചത്തെ വിശദമായ കഥ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പത്തരമാറ്റുള്ള നയനയുടെയും ആദർശിൻ്റെ കഥയായിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. കാത്തിരിക്കുക. സി യു അഗെയിൻ. താങ്ക് യു.